ഹായ്. ഈ മുറി ബുദ്ധിയുള്ള ചില നാട്ടുകാരും ചില വീട്ടുകാരും നമ്മുടെ അടുത്ത് പലതും പല സമയങ്ങളിലായിട്ട് പറയും. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +1 +2 വല്ലതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ BBA എടുക്കാനോ BCom എടുക്കാനോ CA എടുക്കാനോ നേഴ്സ് ആവാനോ ഡിഗ്രി എടുക്കാനോ പടം വരയ്ക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ പലരും പലതും പല സമയങ്ങളിലായിട്ട് പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഈ ആൾക്കാർ പറയുന്നത്, അതായത് പഠിക്കാൻ പോകാത്തവരും ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത പോലെ ജീവിക്കണവരും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണവരൊക്കെ ആയിരിക്കും നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരുവിധ പാഷനും ഇല്ലാത്ത കുറേ പാഷൻലെസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയണ പോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് കുത്തരുത് എന്നിട്ട് ഈ കരിയർ ചൂസ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ പറയുന്നത് ഈ 70s 80s ജനിച്ച് വളർന്നവരും അവരുടെ പാഷൻ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാത്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ അന്തക്കാലമല്ല ഇന്തക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറീസും അതിൻ്റെ സബ് കാറ്റഗറീസും ഒക്കെ ഓപ്പൺ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇഷ്ടമെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷനിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഈ പല വിഭാഗങ്ങളിൽ തന്നെ പലതരം മാർക്കറ്റിങ്ങുകളുണ്ട്. പലതരം മാർക്കറ്റിങ്ങുകളിൽ തന്നെ പല ബിസിനസ്സുകൾ തുടങ്ങാം. പക്ഷെ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജോലിക്ക് പോയാലേ അന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ സാഹചര്യം മൊത്തം മാറി. അപ്പോൾ ഈ നാട് ഓടുമ്പോൾ നടുവേ ഓടാത്തവരും ഈ പൊട്ടക്കിണറ്റിൽ നിന്നും വെള്ളയ്ക്ക് വരാത്ത തവളകളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ആകെ പണി വാളിയിരിക്കുന്ന കുറേ 90s ആളുകൾ ഈ കാലത്തുണ്ടാവും. അപ്പോൾ അവരവരുടെ പാഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടും ഈ പറയുന്നവർ പറഞ്ഞു കേട്ടിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിലേക്ക് പോയി ഇനി എവിടെ പോകും എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ച് പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. ഫ്രസ്ട്രേറ്റഡ് നിൽക്കുന്ന 90s കിഡ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. എല്ലാ 90s കിഡ്സും ഫ്രസ്ട്രേറ്റഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒത്തിരി പേര് ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് നമുക്കറിയാം. കൂടി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞോളൂ. എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ട് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻ്റ് ഉള്ള ആളായിരുന്നു. പ്രസംഗം പറയും, കഥ എഴുതും, കവിത എഴുതും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു ഫീൽഡിലേക്ക് മറ്റുള്ളവർ പറഞ്ഞായിട്ട് പെട്ടെന്ന് പോയി. അതോടെ ആ ആളുടെ ഒരു എക്സ്ട്രോവേർട്ടിസം എല്ലാം പോയി. ആളിപ്പോൾ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടാണ്. അത് എക്സ്ട്രീംലി ഇൻട്രോവേർട്ട് ജന്മനെ ഉള്ള ഒരു ഇൻട്രോവേർട്ട് അല്ല അയാൾ. ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിച്ച് അയാൾ അങ്ങനെ ആയി മാറിയതാണ്. പറയുന്ന ആൾക്കാർക്ക് എന്താണ് ലോകം ഏതാണ് ലോകം എന്നുള്ളതിനെ പറ്റി വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ പറയുന്ന ആൾക്കാരെക്കാളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം നിങ്ങൾക്കുള്ള അറിവുകളിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കുള്ള പാഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അല്ലാണ്ട് കണ്ടവർ പറയണതൊന്നും കേൾക്കല്ലേ. ഒരു കാര്യമില്ല, ഈ പറയണവരൊക്കെ തട്ടിപ്പോവും. പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡിപ്രഷൻ അടിച്ച് പടാറടങ്ങിയിരിക്കാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇടയ്ക്കൊക്കെ ഒന്ന് തോറ്റാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് നിങ്ങൾ അതിൽ ഡെവലപ്പായി വരും. നിങ്ങൾ അവസാനം സക്സസ്ഫുൾ ആവും, സാറ്റിസ്ഫൈഡ് ആവും. അപ്പം അതാണ് ഈ പണി പാളിയിരിക്കുന്നതിനേക്കാൾ നല്ലത്. ഓക്കെ, ബൈ.